പരിശുദ്ധ പരമദിവ്യക്കാരന്റെ നമ്മളിപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമുക്ക് ദൈവത്തോട് ക്ഷോഭിക്കാൻ രണ്ടവസരങ്ങളുണ്ടാവും എപ്പോഴും. ഒന്ന്, ദൈവം തന്നെ ഉണ്ടാക്കി തരുന്ന അവസരങ്ങൾ ക്ഷോഭിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ദൈവത്തോട് ക്ഷോഭിക്കാൻ കാരണമുള്ളപ്പോഴും കാരണമില്ലാത്തവളെ പോലെയാണ് അമ്മ ജീവിച്ചത്. എനിക്ക് ക്ഷോഭിക്കാൻ ഒരു കാരണമില്ല. യോനാജു പറഞ്ഞു, എനിക്ക് ക്ഷോഭിക്കാൻ, മരണം വരെ ക്ഷോഭിക്കാൻ കാരണമുണ്ട്. പക്ഷെ ഒരു കാര്യം അവനില്ലായിരുന്നു, അമ്മയ്ക്കും മരണം വരെ ക്ഷോഭിക്കാൻ കാരണമുണ്ട്. പക്ഷേ എങ്കിലും ആ കാരണങ്ങളൊന്നും കാരണമായി അമ്മ കരുതിയില്ല. ആ കാരണങ്ങളൊന്നും കാരണമായി അമ്മ കരുതിയില്ല. അമ്മയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് പറയുമ്പോൾ അതിലെല്ലാം ഇതുണ്ട്. കാര്യം നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിത്തരുന്ന ട്രബിളുകളാണ്. വേറെ ഒരു അക്ഷരത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് വേണമെങ്കിൽ, ഇപ്പം മത്തായിയുടെ സുവിശേഷത്തിലില്ലേ 8:2, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 8:2, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ കഴിയും. കുഷ്ഠരോഗി പറഞ്ഞതാണ്. അപ്പം കുഷ്ഠരോഗിക്ക് മനസ്സിലായി എന്താണ്, ദൈവത്തിന് മനസ്സുണ്ടെങ്കിൽ നമ്മളെ സൗഖ്യമാക്കാൻ കഴിയും. അപ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദാറ്റ്സ് കറക്റ്റ്, ദാറ്റ്സ് കറക്റ്റ്, നീ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് ചില വിഷയങ്ങൾക്ക് മനസ്സുണ്ട്, ചില വിഷയങ്ങൾക്ക് മനസ്സില്ല. നിൻ്റെ കാര്യത്തിലേക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുക. അപ്പോൾ നമ്മൾക്ക് ദൈവത്തിന് വേണമെങ്കിൽ, മനസ്സുണ്ടെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒത്തിരി പ്രശ്നം ദൈവം ഒഴിവാക്കാത്ത അനുഭവങ്ങൾ നമുക്കുണ്ടാവും. ഇപ്പം ഇതെന്താ വിഷയം? പെട്ടെന്നാണ് ഈ അലർജി ചീർത്തിട്ട് വ്രണമായി വൃത്തികേടായി കിടക്കണം. പക്ഷേ ഈശോ സോറി, ഞാനിങ്ങനെ പരീക്ഷിക്കരുതായിരുന്നു നിന്നെ എന്ന് പറഞ്ഞില്ല. പിറ്റേ ദിവസം ആ കൈ പുതിയ കൈ പോലെയിപ്പോയി. 6 വയസ്സുള്ള രോഗമാണെന്ന് നീ മനസ്സിലാക്കണം. ഇവളൊരു അനുതാപപ്പെട്ട് കഴിഞ്ഞപ്പോഴേ പിറ്റേ ദിവസം ആ കൈ പുതിയ കൈ പോലെ. ഇതെല്ലാം നടക്കുന്നത് 48 മണിക്കൂറുള്ളതാണ്. ദാറ്റ് മീൻസ് ദൈവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. ഇല്ലെന്ന് പറയുന്നത് ദ ഗോഡ് ക്രിയേറ്റഡ് പ്രോബ്ലംസ്. ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദ ക്രിയേറ്റഡ് പ്രോബ്ലംസ്, ഒരു ദൈവം നമ്മുടെ ജീവിതത്തിൽ, ദൈവത്തിന് വേണമെങ്കിൽ നിൻ്റെ പല കാര്യങ്ങളും ചിന്തിച്ചതിന്, പക്ഷേ നീ ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ നിനക്ക് ദൈവത്തോട് നീ ഉള്ളിലെങ്കിലും വിചാരിച്ചിട്ടില്ലേ, എന്താണ്, ദൈവത്തിന് വേണമെങ്കിൽ എനിക്ക് ആ ജോലി തരാമായിരുന്നു. ഇല്ല, അങ്ങനെ ദൈവത്തിന് വേണമെങ്കിൽ ആ ചെറുക്കനെ എന്നെ കെട്ടിക്കാമായിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ ദൈവത്തോട് ബാർഗെയിൻ ചെയ്യും. എന്താണ്, ദൈവത്തിന് വേണമെങ്കിൽ എന്നെ പഠിക്കാൻ വിടാമായിരുന്നു, ദൈവത്തിന് വേണമെങ്കിൽ എനിക്ക് അക്കാലത്ത് വീട് വെക്കാൻ സഹായിക്കാമായിരുന്നു, ഇങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാമായിരുന്നു എന്നും പറഞ്ഞ് കുറേ പരിഭവം നീ കൊണ്ടുനടക്കാനുണ്ട് ദൈവത്തിന്. ഇത് ഇന്ന് സന്ധ്യക്ക് അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ധ്യാനം നീ കൂടുന്നത് അപ്പോഴെടുത്ത് മാറ്റിയേക്കണം. കാര്യം എന്താണെന്നറിയാവോ? നിൻ്റെ ദൈവം നീ എന്നും പറഞ്ഞ് ജീവിക്കുന്ന ആളാണ്. നിൻ്റെ ഈ തരികിട ചിന്താഗതിയൊന്നുമല്ല. അതായത് നിൻ്റെ ദൈവം നീ എന്നും പറഞ്ഞ് ജീവിക്കുന്ന ആളാണെന്ന് മനസ്സിലാകണമെങ്കിൽ നീ ഇച്ചിരിയും കൂടി വളരണം കൃപയിലും ദൈവസ്നേഹത്തിലും വിശ്വാസത്തിലും. എന്താണെന്നറിയാമോ? ഇപ്പം ഈ 2 കേസ് മാത്രമല്ല, ഈശോ പണ്ട് മുതലേ ഇങ്ങനെ വൈകിക്കുന്ന ആളാണ്. മനഃപൂർവ്വം ചില കാര്യങ്ങൾ വൈകിക്കും. ഞാൻ ഈശോയോട് ചോദിച്ചിരിക്കേ, നമ്മുടെ ഈ മത്തായിയുടെ സുവിശേഷമില്ലേ 14-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം, മത്തായി 14:25 എന്നാ പറയണത്? രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. രാത്രിയുടെ 4-ാം യാമത്തിൽ അവൻ കടലിന് മീതെ നടന്ന് അവരുടെ അടുത്തേക്ക് ചെന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ
ഇതെന്ത് പരിപാടിയാ? 2 യാമത്തിൽ ചെന്നെങ്കിൽ പിന്നെ അത്രയും കുറച്ച് തണ്ട് വലിച്ചാൽ മതിയായിരുന്നല്ല. ഈ 4 യാമം എന്ന് പറഞ്ഞ കളിയല്ലേ. കാര്യം ഒരു യാമം എന്ന് പറയുന്നത് 3 മണിക്കൂറാണ്. അല്ല 12 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഈശോ ചെന്നിരിക്കുന്ന സമയം ഏതാണ്? കൊച്ചു വെളുപ്പിനാണ്. ഒരു 4 മണി പരുവത്തിൽ ചെന്നിരിക്കുകയാണ്. ദാറ്റ് മീൻസ് ആ പാവത്തുങ്ങൾ സന്ധ്യ തൊട്ട് വെളുപ്പിന് 4 മണി വരെ കടലിൽ തണ്ട് വലിക്കായിരുന്നു. ഇതിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഈശോയ്ക്ക് ചെന്ന് മനസ്സാക്ഷി ഉണ്ടെങ്കിൽ ചെന്ന് അവരുടെ കൂടെ ഏതായാലും ഈശോ ചെല്ലാൻ ദുഷിച്ചിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത്തിരി നേരത്തെ എല്ലാം പാടില്ലേ? ചില സമയത്ത് നമ്മുടെ മനസ്സാക്ഷിയും ദൈവത്തിൻ്റെ മനസ്സാക്ഷിയും വ്യത്യസ്തമായിരിക്കും. ദൈവം ചില വിഷയത്തെ കരുതിക്കൂട്ടി താമസിക്കും. കരുതിക്കൂട്ടി ആ കരുതിക്കൂട്ടി താമസിച്ചതിനെക്കുറിച്ച് അപ്പോസ്തലന്മാർ പോലും ആശ്ചര്യപ്പെടും. അവസാനം ഈ 4 യാമത്തിൽ ചെല്ലുമ്പോൾ കടൽ, നിങ്ങൾക്കറിയാവില്ല അവരുടെ അവസ്ഥ. ഞാനത് കണക്കൂട്ടി നോക്കി. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 30 സ്റ്റേഡിയം എന്ന് എഴുതിയിരിക്കുന്നത്. സ്റ്റേഡിയം. ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഈ പണി തന്നെ ഇരുന്ന്. കരുത് ഇത് ടാലിയാകാത്ത കുറേ ഭാഗങ്ങളുണ്ട്. അതുകൊണ്ട് അതായത് ലൂക്ക പറയും ബെത്സയിദയിൽ വെച്ചാണ് അപ്പം വർദ്ധിപ്പിച്ചതെന്ന് പറയും. അപ്പം മർക്കോസ് പറയും ബെത്സയിദയിൽ വെച്ചല്ല വിജനപ്രദേശത്ത് വെച്ചാണെന്ന് പറയും. അപ്പം യോഹന്നാൻ പറയും അത് ബെത്സയിദയാണ്. പക്ഷേ ബെത്സയിദ അതിന് 2 ബെത്സയിദ. എന്താണ്? ഫിലിപ്പ് രാജാവ് ഉണ്ടാക്കിയ ജൂലിയസ് ബെത്സയിദ ജൂലിയൂസ്, അതുപോലെ തന്നെ ഗലീലി ബെത്സയിദ, ഏത് ബെത്സയിദയാണെന്നുള്ളത്. അപ്പം ഇതെല്ലാം തമ്മിൽ കണ്ടുപിടിച്ച് ഹരിച്ചും കുണിച്ചും കണ്ടുപിടിച്ച് എന്താ വെച്ചപ്പോൾ പിന്നെ അക്കരയ്ക്ക് പോയി, മറുകരയ്ക്ക് പോയി. മറുകരയ്ക്ക് പോയപ്പോൾ എവിടുന്നാണ് മറുകരയ്ക്ക് പോയത് അതെല്ലാം കൺഫ്യൂഷനാണ്. അപ്പോൾ ഈ സുവിശേഷമായിരുന്നുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ ഞാൻ ഇത് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. മറുകര എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു ബെത്സയിദ ഉണ്ട്, അവിടെ ഒരു ഗനേസറത്തുണ്ട്. ഇപ്പുറത്തെ കരയിലാണ് ഒരു ബെത്സയിദ ജൂലിയൂസ് ഉള്ളത്. അവിടെയാണ് അപ്പം വർദ്ധിപ്പിച്ചത്. പാരമ്പര്യ വിശ്വാസം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഗനേസറത്താണ് ഉള്ളത് മറുകരയ്ക്ക് പോകുമ്പോഴേ. അത് യോഹന്നാൻ അതിനോട് യോജിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ എത്ര കിലോമീറ്ററാണിത് നോക്കിയപ്പോൾ 9 കിലോമീറ്ററുണ്ട്. ഈ ബെത്സയിദയിൽ നിന്നാണ് മറുകരയ്ക്ക് പോന്നിട്ടുണ്ടെങ്കിൽ അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ രീതി അതാണ്. അത് തീർച്ചയായിട്ടും ഞാൻ യോഹന്നാനെ ഫോളോ ചെയ്യുന്നു. മർക്കോസിനെ ഫോളോ ചെയ്യുന്നതിനേക്കാൾ കുറച്ച് അക്രസിക്ക് നല്ലത് ഇയാൾ ഈ നാട്ടുകാരനാണ്. അവിടെ ടോപ്പോഗ്രഫി ഇപ്പോൾ യോഹന്നാനെ അറിയാം. ആ ബെത്സയിദക്കാരനാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്ന ആൾ. യോഹന്നാനും അതുപോലെ തന്നെ 2-3 ശിഷ്യന്മാർ അവിടെ നിന്നുണ്ട്. പത്രോസൊക്കെ അവിടെ നിന്നുള്ള ആൾക്കാരാണ്. പത്രോസ് പറഞ്ഞാണ് ഇതൊക്കെ സംഭവം കേട്ടറിഞ്ഞാണ് മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം ഉള്ളത്. കാര്യം പത്രോസും ആ നാട്ടുകാരനാണ്. പക്ഷേ കൂടുതൽ നോക്കുമ്പോഴേ യോഹന്നാൻ കുറച്ച് അക്രസീവ് ചെയ്യണ പോലെയൊക്കെ തോന്നും. പക്ഷേ എനിവേ സുവിശേഷത്തിൻ്റെ വിഷയം എന്താണ്? യേശു ചെയ്തു. അത് ഓരോരുത്തരുടെ അക്കൗണ്ടിൽ അവരുടെ തിയോളജിക്കൽ ലക്ഷ്യമനുസരിച്ചുകൊണ്ട് അവർ ക്രമീകരിക്കുന്നതാണത്. അവരുടെ മനസ്സിൽ വിജയകുമാർ എത്തുന്ന സമയത്ത് എന്നോട് ചോദിക്കും, അച്ഛാ അതെങ്ങനെയാണ് അവതരിപ്പിക്കേണ്ടതെന്ന് ഞാൻ ചോദിക്കും. അപ്പം ഞാൻ അത് ഇങ്ങനെ അവതരിപ്പിച്ചാൽ വിജയകുമാർ നോനോ അതിവിടെ പറയാൻ പറ്റത്തില്ലെന്ന് പറയും. കാര്യം അത് തമിഴ് ക്രിസ്ത്യൻസ് ആയിരിക്കുന്ന സ്ഥലമാണ്, ചിലരും നോൺ ക്രിസ്ത്യൻസ് ഉള്ള സ്ഥലമാണ്. അപ്പം അവിടെ ഈ സുവിശേഷം എങ്ങനെ അവതരിപ്പിക്കുക അതിനെ വേറെ രീതിയിൽ പറയണം. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ സുവിശേഷകന്മാർക്ക് സംഭവിച്ചിരിക്കുന്നത് അവർ എവിടെയെല്ലാം സുവിശേഷം വരെ ചെയ്തിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സുവിശേഷത്തിൻ്റെ അവരോട് ആഭിമുഖ്യമുള്ള ഭാഗങ്ങളെടുത്ത് ക്രമീകരിച്ച് ആണ് പറയണത്. അതാണ് സുവിശേഷത്തിൽ വ്യത്യസ്തമായ അക്കൗണ്ടുകൾ വരണത്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ഒരു 9 കിലോമീറ്റർ ഉണ്ട്. 9 കിലോമീറ്റർ ഇവർ തുഴഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ അത്രയും തുഴയാൻ സാധ്യതയില്ല. ഒരു 6 കിലോമീറ്റർ ഉറപ്പായിട്ടും അപ്പോസ്തലന്മാർ തുഴഞ്ഞിട്ടുണ്ട്. 4 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 4 യാമം എന്ന് പറയുമ്പോൾ 6 കിലോമീറ്റർ തുഴയാൻ ചിലപ്പോൾ എന്താ കാര്യത്തിൽ കടക്ഷോഭമല്ലേ, കാറ്റ്. പക്ഷെ കാറ്റ് അവസാനം ഉണ്ടായ സംഭവമാണ്. എങ്കിൽ തന്നെയും യേശുവിന് ഇതിലേതെങ്കിലും ഇപ്പം 2 യാമത്തിലോ 1 യാമത്തിലൊക്കെ വരാം. പക്ഷെ ഈശോ വരത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളെ ഈശോയ്ക്ക് നമ്മുടെ പഠനങ്ങൾ, നമ്മുടെ പരീക്ഷകൾ, നമ്മുടെ പരീക്ഷയുടെ തോൽവി, നമ്മുടെ ജോലി നഷ്ടം, നമ്മുടെ വീട് വെപ്പ്, നമ്മുടെ വിവാഹം നടക്കുന്നത്, നമ്മുടെ മക്കളുണ്ടാകുന്നത്,
ഇതിങ്ങനെയല്ല, ഈശോക്ക് വേണമെങ്കിൽ നേരത്തെ തരാം. അത് നമ്മൾ അനിയത്തി പ്രസവിച്ച് അവിടെ മോള് നഴ്സറി പോയിട്ടും ചേടത്തി പ്രസവിച്ചിട്ടില്ല. അപ്പോഴും ആ ചേടത്തി ചിന്തിക്കണത് എന്താണ്? ഈശോയ്ക്ക് വേണമെങ്കിൽ എനിക്ക് കുഞ്ഞിനെ തന്നു വെറുതെ മനുഷ്യൻ നാണം കെടുത്തേണ്ട കാര്യമില്ല. ഇനി ഇപ്പം മച്ചി എന്നൊക്കെ വിളിച്ചില്ലേ? ആര്? അമ്മയമ്മയും വിളിച്ച് കാണും, നാട്ടുകാരും വിളിച്ച് കാണും. അപ്പം അങ്ങനെ വരുമ്പോഴത് അപ്പം അവർ മച്ചിയെന്ന് വിളിക്കത്തില്ല, വാഴയെന്ന് വിളിക്കത്തുള്ളൂ. എന്ത് വാഴ? കൊലക്കാത്ത വാഴ. കുഞ്ഞ് ലഭിക്കാഞ്ഞതിന് നമുക്ക് കിട്ടിയ കുരിശാണ് കൊലക്കാത്ത വാഴ എന്ന വിളിയാണ്. ഈ ഒരു വിളി കിട്ടിയാലുണ്ടല്ലോ, അതായത് നമ്മൾ ഈ സ്വർണത്തിൻ്റെ വാഴക്കൊല നമ്മുടെ കുരട്ടി മുത്തിക്ക് കൊടുത്തെന്ന് ഒരു വലിയ ഒരു പുരാവൃത്തമില്ലേ, അതുപോലെ ഒരു സ്വർണത്തിൻ്റെ വാഴക്കൊല നമുക്ക് കിട്ടിയ പോലെ ഇരിക്കും. നമ്മൾ മച്ചിയല്ല, ആണെങ്കിൽ അത് കർത്താവിൻ്റെ കാര്യമാണ്. പക്ഷെ നാട്ടുകാരെ നമ്മൾ വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ നമ്മൾ കർത്താവിൻ്റെ നാമത്തിലെടുക്കും. കാര്യം അനിയത്തിക്ക് കൊച്ചിനെ കൊടുത്ത കർത്താവ് തന്നെയല്ലേ ജീവിച്ചിരിക്കണത്. അപ്പം എനിക്ക് തരാമായിരുന്നല്ലോ, തന്നില്ലല്ലോ. അപ്പോൾ ഈശോക്ക് വേണമെങ്കിൽ എന്നെ സഹായിക്കാമായിരുന്നു, ഇങ്ങനെ വേണമെങ്കിൽ എനിക്ക് കുട്ടിയെ തരാമായിരുന്നു എന്ന് ചിന്തിച്ച് അവസാനം ഗർഭിണിയായി കഴിയുമ്പോഴും ഒരു ഓ എന്നും പറഞ്ഞിരിക്കും. ഗർഭിണിയാണ്, വരക്കെ വെറുത്തിരിക്കുകയാണ്. ഓ ദൈവമേ, നിന്നെ സഹായിച്ച, ഓ കർത്താവ് നിന്നെ സഹായിച്ച മോളെ, എത്ര പ്രാർത്ഥിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചെന്നറിയാം. ഓ എന്താ കാര്യം? പല പെണ്ണുങ്ങളോട് നാട്ടിൽ പറ്റില്ലെന്ന്. അതാണ് അവർക്ക് താമസിച്ച് പോയതിനുള്ള കെറുവാണ് ദൈവത്തോടെ. പല പെണ്ണുങ്ങളും നാട്ടിൽ പറ്റി കഴിഞ്ഞിട്ടല്ലേ എനിക്ക് കുഞ്ഞിനെ കിട്ടിയെന്നുള്ളതാണ്. അതായത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ ദൈവം മനഃപൂർവ്വം ചെയ്യണതാണെന്ന് നമ്മൾ ധരിച്ചാൽ കാര്യം, അല്ലാതെ കാരണമില്ലല്ലോ. ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ വിശ്വാസി അവകാശിയാണല്ലേ, വിശ്വാസി അവകാശിയല്ലേ. അപ്പം വിശ്വാസി അവകാശിയാകുമ്പോൾ വിശ്വാസിക്ക് ഇത് കിട്ടാൻ ബാധ്യതയാണ്. വീടായാലും സ്ഥലമായാലും ജോലിയായാലും അതെല്ലാം ചേർത്ത് നൽകുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവം താമസിക്കണതാകാം, അതാണ് ദൈവം താമസിപ്പിക്കണതാകാം. ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പം ഈശോ അമ്മയോട് ചെയ്ത പോലെ, അമ്മ ഇത്ര ഉയർന്നത് എങ്ങനെയാണ്? ഉടലോടുകൂടി അമ്മ സ്വർഗത്തിലേക്ക് ഈശോനെപ്പോലെ തന്നെ എടുക്കപ്പെട്ടത് എങ്ങനെയാണ്? ഇതുപോലുള്ള നിലപാടുകൾ, ദൈവത്തിൻ്റെ ഓരോ അടികളും കർത്താവിൻ്റെ കണ്ണിങ്ങനെ തിരിഞ്ഞാൽ അമ്മയത് വായിക്കും. അതുപോലെ ദൈവത്തിനെ വായിച്ച് പഠിച്ചാണ് അവർ ഉടലോടുകൂടി എടുക്കപ്പെട്ടത്. നമ്മൾ മരിയൻ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ നമുക്ക് മുമ്പിലുള്ളൊരു മാതൃക, ടാൻസിബിൾ ആൻഡ് അക്സസബിൾ ആയിട്ടുള്ള മാതൃക എന്താണ്? അമ്മയാണ്. ഞാൻ എന്തിങ്ങനെ പറയണമെന്ന് കാര്യം, ഇപ്പം തന്നെ ഇതുപോലെ താമസിക്കുന്ന വിഷയങ്ങൾ, ഇപ്പം മത്തായിയുടെ സുവിശേഷം തന്നെ 14:15 മത്തായി ശ്രീകാരുടെ സുവിശേഷം തന്നെ അവിടെ ഉണ്ട് ഈ വിഷയം. 14:15 എന്താ പറയണത്? ശിഷ്യന്മാർ വന്ന് സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഗ്രാമങ്ങളിൽ പോയി തങ്ങൾക്ക് ഭക്ഷണം വാങ്ങാൻ ഈ ജനക്കൂട്ടത്തെ പറഞ്ഞയക്കുക. ദാറ്റ്സ് ഓക്കെ. അപ്പം ജനങ്ങളെ അപ്പം ഇവിടെ എന്താ പ്രശ്നം? രണ്ട് പ്രോബ്ലമാണ് ഇവിടെ വന്നിരിക്കുന്നത്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 14:15 രണ്ട് പ്രോബ്ലം വന്നിട്ടുണ്ട്. ഈ രണ്ട് പ്രോബ്ലവും ക്രിയേറ്റഡ് ബൈ ജീസസ്. എന്താ കാര്യം? യോഹന്നാൻ മാന്താനയുടെ പെടലി വെട്ടിയെന്ന് അറിഞ്ഞപ്പോഴേ കർത്താവ് അന്തിപ്പാസിൻ്റെ ടെറിട്ടറിയിൽ നിന്ന് മൂവ് ചെയ്യുന്നുണ്ട് അവിടെ. കാര്യം അവൻ്റെ ടെറിട്ടറി അവിടെ ഉള്ളത്. പക്ഷേ അത് മൂവ് ചെയ്യാൻ കാരണം അവനെ പേടിച്ചിട്ടൊന്നുമല്ല, ഒരു കാരണമുണ്ട്. അപ്പോസ്തലന്മാരെ അപ്റ്റത്തിന് വിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഓരോരുത്തരും വന്നിട്ട് അവരുടെ കൈ കൊണ്ട് രോഗം സുഖപ്പെട്ട കാര്യവും സാത്താൻ അപ്പോൾ സാത്താനെ ഒഴിപ്പിച്ച കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈശോ പറഞ്ഞു, നിർത്ത്, നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോയിട്ട്
ഇത് സംസാരിക്കാം. അപ്പോൾ എന്താണ് ഈ വിജന സ്ഥലത്തേക്ക് പോയത് ആരാണ്? അപ്പോസ്തലന്മാർ പറയേണ്ടത് ഒരു വിജന സ്ഥലമാണെന്ന്. ഈ വിജന സ്ഥലം ഉണ്ടാക്കിയത് ആരാണ്? മര്യാദക്ക് ആൾപ്പാർപ്പുള്ള സ്ഥലത്തേക്ക് പോയാൽ പോരാണെന്ന്. ഇത് ഈശോ ഉണ്ടാക്കിയ പരിപാടിയാണ്. നമുക്കൊരു വിജന സ്ഥലത്തേക്ക് പോകാം. ക്ലിയർ അല്ലേ? അപ്പോൾ ഇപ്പോഴും ഇവർ പറയാനുണ്ടല്ലോ വിജന സ്ഥലത്തേക്ക് പോകാം, ഇതൊരു വിജന സ്ഥലമാണെന്ന്. എങ്ങനെ ഉണ്ടാക്കിയതാണ്? അപ്പോസ്തലന്മാരുണ്ടാക്കിയതാണോ? ആകസ്മികമായിട്ട് ഉണ്ടായതാണോ? അല്ല, ഈശോ കരുതിക്കൊണ്ട് ഉണ്ടാക്കിയ വിജന സ്ഥലമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ നാട്ടുകാരെ കൊണ്ട് സഹായിക്കാത്ത, അയൽവാസികളെ കൊണ്ട് സഹായിക്കാത്ത, സ്വന്തം കൂടപ്പിറപ്പുകളെ കൊണ്ട് തള്ളിപ്പറയിപ്പിക്കുന്ന വിജന സ്ഥലങ്ങൾ ദൈവം തന്നെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ മൈൻഡ് ഇറ്റ് ദാറ്റ് ഈസ് ജീസസ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിത യാത്രയിൽ കർത്താവേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഈ വിജന സ്ഥലം ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ദൈവമാണ് ക്രിയേറ്റ് ചെയ്യണത്. നീ ഇപ്പോൾ പറയില്ല, എൻ്റെ അച്ഛാ ഇപ്പം എൻ്റെ വീട്ടിൽ ചെന്ന ഭാര്യ പോലും എന്നോട് മുഖത്ത് നോക്കി സംസാരിക്കണില്ല. അപ്പം നീ എന്ത് ചെയ്യണം? അത് വിജന സ്ഥലമായി. ശരിക്കും ചിലപ്പോൾ നിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടം വന്നാലും കാര്യമേ, ബിസിനസ് പൊട്ടിപ്പോയതായാലും കാര്യം. ഭാര്യ അത് ഉൾക്കൊള്ളാനുള്ളൊരു മാനസികാവസ്ഥയിലേക്കല്ല അവർ ട്രെയിൻ ചെയ്ത് വന്നത് കുഞ്ഞുനാൾ മുതലേ. ചിലപ്പോൾ എല്ലാം നല്ലത് തന്നെ കണ്ട് വളർന്നു വന്ന ആളായിരിക്കും, മോശം കണ്ട് വളർന്ന് കാണത്തില്ല. അപ്പം അവർ നിൻ്റെ മോശം കണ്ടപ്പോഴും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല, അവർ മിണ്ടണില്ല. ഇപ്പം വിജന സ്ഥലമായി. ഇതാണ് വിജന സ്ഥലം. ദ ഗോഡ് ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇതുപോലെ ബാരൻ ലാൻഡ്. ദ ബാരൻ ലാൻഡ് ക്രിയേറ്റഡ് ബൈ ഗോഡ് ഇൻ യുവർ ലൈഫ് നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകും. ഇതൊക്കെ സംഗ്രഹിക്കാനുള്ളതാണെന്നാണ് അമ്മ പറഞ്ഞത്. വിജന സ്ഥലങ്ങളെല്ലാം എന്തിനുള്ളതാണ്? സംഗ്രഹിക്കാനുള്ളതാണ്. ഇപ്പം എന്താണ് നമ്മൾ വായിച്ചത്? 14:15 വായിച്ചേ. സായാഹ്നമായപ്പോൾ ശിഷ്യന്മാർ അവനെ സമീപിച്ച് പറഞ്ഞു. മത്തായി ശ്ലീഹ, ഇതൊരു വിജന സ്ഥലമാണ്, നേരവും വൈകിയിരിക്കുന്നു. ഈ നേരം വൈകിയത് എങ്ങനെയാണ്? നേരം വൈകിച്ചതാണ്. മര്യാദയ്ക്ക് വലിയ 5 മണിക്ക് ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പിള്ളേരെ പറഞ്ഞ് വിട്ടുവിടണ്ടായിരുന്നു. വട്ടില്ല, അവിടെ ഇരുത്തി സംസാരിച്ചാണ് സംഭവിച്ചത്. നേരം വഹിച്ചത് ആരാ? ഈശോയാണ്. ആരാ നേരം വഹിച്ചത്? നിൻ്റെ കല്യാണം വഹിച്ചത് ആരാണ്? നിനക്ക് മക്കളുണ്ടാകണത് വഹിച്ചത് ആരാണ്? ഈശോയാണ്. എന്താ കാരണം? ഒരു നാണയത്തൊട്ട് തന്നെ ഗുരുകൾ വെക്കപ്പെടുന്നില്ലേ? അതൊന്നുപോലെ എന്ന് സ്വർഗസ്ഥനായ പിതാവ് അറിയാൻ താഴെ വീഴുന്നില്ലെങ്കിൽ, എല്ലാ വീഴ്ചയും ദൈവം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ ദൈവത്തിന് അവിടെ എന്തോ നിന്നോട് പറയാനുണ്ട്. ദൈവത്തിന് എന്തോ പാഠമുണ്ട് നിന്നോട് പറയാൻ. കാര്യം ദൈവം എന്ന് പറയുന്നത് എല്ലാം പാഠമാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എന്താ പറഞ്ഞത്? എല്ലാം പരിശീലനമാണെന്ന്. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ഏത് ജനതയോട് ദൈവം പറഞ്ഞിട്ടുണ്ട്? യോഹന്നാൻ 6:45 അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും. ദൈവത്തിൻ്റെ മെയിൻ ജോലി എന്താണ്? പഠിപ്പിക്കുകയാണ്. ആരെ പഠിപ്പിക്കും? സ്വന്തം മക്കളെ. സാത്താൻ്റെ കണ്ടവൻ്റെ മക്കളെയല്ല, സ്വന്തം മക്കളെ. അവരുടെ ജീവിതത്തിൽ 5 മിനിറ്റ് നേരത്തെ ആയാലും 5 മിനിറ്റ് വൈകിയാലും ദൈവവൈതലേ നിൻ്റെ ദൈവം അറിയുമെന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് ബൈബിള്. ദൈവത്തിലെ ഓരോ അകൽച്ചയും അവസാനമേ രസമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ ഡിസ്ക്രിപ്ഷൻ ഭയങ്കരമായ നമ്മുടെ ഈ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കണതേ, കർത്താവ് കടലിൻ്റെ മീതെ നടന്ന് വന്നപ്പോഴേ ഇവർ ഭൂതം എന്നൊക്കെ പറഞ്ഞു. സ്വാഭാവികമായിട്ട് അന്നത്തെ വിശ്വാസമാണത്. പക്ഷേ അതിനുശേഷം ഇവർ വള്ളത്തിൽ കയറ്റുന്നുണ്ട്. ആരെ? യേശുവിന്. മർക്കോസാണ് വള്ളത്തെ കയറ്റണത്, യോഹന്നാൻ വള്ളത്തെ കയറ്റത്തില്ല. കാര്യം രണ്ടുപേരുടെയും ലക്ഷ്യം വേറെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം ഏതാണ്ട് ആദ്യകാലങ്ങളിൽ എഴുതിയതാണ്. കർത്താവ് കൂടെ ഉണ്ടാകും എന്ന് പറയുന്ന, കൈപിടിച്ച് നടക്കുന്ന ഒരു കാലമുണ്ട്, ആദിമസഭയെ വളർത്തിയ കാലം. ആദിമസഭ മാർക്കോസിൻ്റെ കാലം സുവിശേഷം എഴുതുന്നത് റോമാലേഖനം അല്ലെങ്കിൽ കൊരിന്ത്യസ് ലേഖനം
ഒക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം ആദ്യം എഴുതുന്ന സുവിശേഷമാണ്. അപ്പം ആ കാലങ്ങളിലെ മർക്കോസിൻ്റെ കമ്മ്യൂണിറ്റിയോട് പറയണ ഇതാണ്: ഏത് കടക്ഷോഭം ഉണ്ടായാലും, ഏത് കൊടുങ്കാറ്റുണ്ടായാലും ഒടുവിൽ കർത്താവ് വന്ന് നിൻ്റെ കുടുംബത്തിൻ്റെ വള്ളത്തെ കയറുമെന്ന് പറയും. യോഹന്നാൻ പക്ഷേ എഴുതുന്നത്, സുവിശേഷം എഴുതുന്നത് അങ്ങനെയുള്ള മുട്ടായി കൊടുത്തുള്ള സുഖിപ്പിക്കൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലില്ല. കുറച്ചുകൂടി മച്ചുറായി ആദിമ സഭ വളർന്ന് ഡയോക്ലേഷ്യനെ കണ്ടു, കലിഗുലായെ കണ്ടു, അവന്മാരുടെ കയ്യിരിപ്പ് അനുഭവിച്ചതിന് ശേഷം വെയിലിൽ കുരുത്തത്, തീയിൽ കുരുത്തത്, വെയിലത്ത് വാടാത്ത ഒരു സഭയോട് യോഹന്നാൻ AD 84 സുവിശേഷം എഴുതുന്നത്. യോഹന്നാൻ പറയും, കർത്താവ് നിൻ്റെ വള്ളത്തെ കയറത്തില്ലെന്ന് പറയും. നീ അത് മുഖച്ചേ ഇരിക്കണ്ട, കർത്താവ് നിൻ്റെ വള്ളത്തെ കയറത്തില്ല. നിൻ്റെ കടല് നീ തന്നെ മുറിച്ചും തുഴഞ്ഞ് മുറിച്ച് കടക്കണം. അയ്യോ, എന്ത് മനോഹരമാണ്! കിടക്കാൻ നേരത്താണ് ഞാൻ ഇതെല്ലാം വായിച്ചും പഠിച്ചും കിടക്കാൻ നേരത്താണ് പെട്ടെന്ന് കർത്താവ് പറഞ്ഞത്, ഞാൻ പിന്നെ എഴുന്നേറ്റ് പുതപ്പൊക്കെ മാറ്റി തിരിച്ചു വന്ന് എഴുതി. കർത്താവെ സൂപ്പറായിരുന്നു. എന്താണ്? യോഹന്നാൻ കർത്താവിന് വള്ളത്തെ കയറ്റുന്നില്ല. അങ്ങനെയുള്ള താൽക്കാലികമായ ഒരു സാന്ത്വനമൊന്നും കൊടുക്കണമില്ല. നിൻ്റെ കടലെ ഞാൻ കൂടെ ഉണ്ടാകും, ഞാൻ കൂടെ ഉണ്ടാകും. അത് 28:20 പറഞ്ഞിട്ടാണ് പോണത്. മത്തായിയുടെ ശ്രീഹായുടെ സുവിശേഷം 28:20 പറഞ്ഞിട്ട്, യുഗാന്ത്യം വരെ ഐ വിൽ ബി വിത്ത് യു അൺടു ദ ലാസ്റ്റ്. അന്ത്യം വരെ ഞാൻ കൂടെ ഉണ്ടാകും എന്ന് വെച്ചാൽ നിൻ്റെ വള്ളത്തിലുണ്ടാകണോ എന്ന് ധരിക്കരുത്. നിൻ്റെ ചുറ്റുവട്ടങ്ങളിൽ നീ എൻ്റെ കൺമുമ്പിലായിരിക്കും. നിൻ്റെ ഒരു രോമം കൊഴിഞ്ഞു പോകാൻ ഞാൻ അനുവദിക്കത്തില്ല. ഐ വിൽ ബി വിത്ത് യു. അത് നിൻ്റെ കൂടെ ആയിരിക്കും. അതായത് ഇങ്ങനെ പൊക്കിയിട്ട് തിരമാലകൾ ഉയർന്ന് തട്ടിപ്പൊക്കിയിടുകയും പിന്നെ ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്ന തിരമാലകളിൽ തണ്ട് വലിക്കുമ്പോൾ തിരയിലും പൊക്കിപ്പിടിച്ച് നിർത്തിയിരിക്കുന്ന വള്ളത്തെ തണ്ട് വലിച്ച ആകാശത്ത് തണ്ട് വലിക്കണ പോലെ ഇരിക്കും. ആ ഇരുട്ടത്ത് എങ്ങനെ വള്ളം മുന്നോട്ട് പോകാനാണ്? അപ്പോഴും വള്ളത്തെ കയറാത്ത ഈശോ, പക്ഷേ വള്ളത്തെ കയറാതെ അവർക്കൊപ്പം നടക്കുന്ന ഈശോ, അത് സുന്ദരമാണ്. ഒപ്പം നടക്കുന്ന ഈശോ. അപ്പോൾ ആ നടന്ന് വരുമ്പോഴേ കർത്താവ് എന്താ പറയണത്? നിൻ്റെ വള്ളം, നിൻ്റെ വിശ്വാസ ജീവിതം, നിൻ്റെ പ്രത്യാശയുടെ ജീവിതം, നിൻ്റെ സുവിശേഷ സാക്ഷികളുടെ ജീവിതം നീ തന്നെ ഒറ്റക്ക് തുഴഞ്ഞ് നിൻ്റെ കടല് നീ മുറിക്കും. നീ മുറിക്കണ അത്രയും വരം നിന്നെ മുറിക്കാൻ വേണ്ടി ഒരാവേശമായി എൻ്റെ സാന്നിധ്യം നിൻ്റെ കൂടെ ഉണ്ടാകും. ഒരിക്കലും നിനക്കുണ്ടാകുന്ന ക്രെഡിറ്റ് ഞാൻ വന്ന് സഹായിച്ച് ഞാനായിട്ട് അടിച്ചു മാറ്റത്തില്ല. അത് നിനക്ക് തന്നെയായിരിക്കും. കാര്യം നീ വിളിക്കപ്പെട്ടിരിക്കുന്നത് റോമ 6 അനുസരിച്ചുകൊണ്ട് വിശുദ്ധനാകാനും വിശുദ്ധനാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവനാണെങ്കിൽ നിൻ്റെ കടൽ മുറിക്കാൻ നീ തന്നെ നിൻ്റെ തണ്ട് വലിച്ച് നീ തുഴഞ്ഞ് നിൻ്റെ കടല് നീ മുറിച്ച് കയറും. അതെന്തൊരു സുന്ദരമാണ്. 6:19, 6:21 ആ സുവിശേഷമുണ്ട്. ശ്രുതികട്ടെ ഹല്ലേലൂയ. യോഹന്നാൻ 6:21. പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് യോഹന്നാൻ 6:19-21 വരെ വായിക്കുക. 25-30 സാധ്യവും ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ യേശു കടലിന് മീതെ നടന്ന് വള്ളത്തെ സമീപിക്കുന്നുണ്ട്. അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവർ ആഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വച്ചിരുന്ന കരയ്ക്ക് അടുത്തു. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം, അതാണ് സത്യം. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കണം. അതാണ് എന്താണ്? നമ്മുടെ പഠനം നമ്മൾ തന്നെ പഠിക്കണം. നമ്മൾ ഒരു വീട് വെക്കണമെങ്കിൽ നമ്മൾ തന്നെ ലോൺ എടുക്കുകയും അധ്വാനിക്കുകയും കല്ല് ചുമക്കുകയും ഒക്കെ ചെയ്യണം. നമ്മുടെ പരീക്ഷ നമ്മൾ തന്നെ എഴുതണം. നമ്മുടെ യാത്ര നമ്മൾ തന്നെ ചെയ്യണം. അല്ല ഈശോ വന്നിട്ട് നമ്മൾ എടുത്തുകൊണ്ട് പോയി നമ്മുടെ യാത്ര ഈശോ ചെയ്ത് തരത്തില്ല. അതായത് ഒരു ഗ്രോൺ അപ്പ് മച്വർ ക്രിസ്ത്യൻ, അതായത് ഒരു തലമുറ കഴിഞ്ഞ് AD 84 സുവിശേഷം എഴുതുമ്പോൾ ഡയോക്ലേഷ്യനെ കണ്ടൊരു സഭയാണത്. കലിഗുലായെ കണ്ടൊരു സഭയാണത്.
അതായത് നീറോയെ കണ്ടൊരു സഭയാണ്, തീയിൽ കുരുത്ത ഒരു സഭയാണ്. അത് വെയിലത്ത് വാടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട്. കാരണം എന്താണ്? അവൻ്റെ നാഥൻ ക്ഷോഭിക്കുന്ന കടൽപ്പുറങ്ങളിലൂടെ അവൾക്കൊപ്പം സമാന്തരമായി നീങ്ങും. നമ്മുടെ കടലെ നമ്മൾ തന്നെ തുഴഞ്ഞ് നമ്മുടെ ലക്ഷ്യത്തിലെ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിച്ചേരും. അതിൻ്റെ വിജയം മുഴുവനും ദൈവം നമ്മുടെ മുമ്പിൽ തന്നെ നമ്മുടെ കൃപയായി അത് മാറും. അതിമനോഹരമാണ് യോഹന്നാൻ്റെ സുവിശേഷം. ആ വിഷയത്തോടുള്ള അപ്രോച്ച് എന്ന് പറയുന്നത് ഒരുപക്ഷെ അമ്മയുടെ ജീവിതവും ഇതുപോലെ തന്നെയായിരുന്നു. അമ്മയുടെ കടൽ അമ്മ തന്നെ നീന്തി, അമ്മയുടെ കടലെ അമ്മ തന്നെ നീന്തി. അത് കുരിശുവരെ, പുൽക്കൂട് തൊട്ട് പുൽകുന്ന നൊമ്പരക്കടല് കുരിശോളം കൂട്ടായി വന്നിട്ട് അവരാരോടും ക്ഷോഭിക്കാത്ത സുവിശേഷമായി നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ജോലി, ഇത് കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ ഇതിൽ നിറവേറട്ടെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് വിഷയങ്ങൾക്കെങ്കിലും, അതായത് ദൈവം ഇതുപോലെ മനഃപൂർവ്വം വൈകിക്കുന്ന വിഷയങ്ങൾക്കെങ്കിലും നിങ്ങൾ ദൈവത്തിൻ്റെ തിരുമനസ് നിറവേറ്റിക്കൊണ്ട് ദൈവത്തിൻ്റെ ദാസിയാകാൻ, അതിൽ നിന്നാണ് നമുക്ക് വരുമാനം. പ്രാർത്ഥിക്കുമ്പോൾ തന്നെ, ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ സാക്ഷ്യം പറയുമ്പോഴേ, ഉടമ്പടി എടുക്കുമ്പോൾ ചില കാര്യങ്ങൾ എനിക്ക് ഇന്നും കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ കോളമെന്ന് പറയുന്നത്. അതാണ് ദൈവം നിൽക്കുന്ന സ്ഥാനമെന്ന് പറയുന്നത്. അതാണ് നിത്യ നിനക്ക് കൃപയായി, നിനക്ക് ഓഹരിയായി കർത്താവിൻ്റെ ഇട്ടുകൂട്ട്, കർത്താവിന് നിനക്ക് വേണ്ടിയുള്ള നിക്ഷേപം, നിൻ്റെ കൃപയുടെ പത്താഴം. ശ്രുതികട്ടെ. ആരാധന. ഹല്ലേലൂയ. കർത്താവേ, പ്രബോധനം നന്ദി പറയുന്ന കർത്താവേ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. സമാപന ആരാധന രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. കർത്താവ് എത്രയോ മനോഹരമായിട്ട് നമ്മളോട് ഈ സമയം മുഴുവൻ സംസാരിക്കുകയായിരുന്നു. നീ കർത്താവിനോട് നന്ദിയുള്ളവനായിരിക്കണം. കർത്താവ് ഒന്നും അനീതി ചെയ്തിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞില്ലേ ജീവിതകാലത്ത്, ഞാൻ നിന്നോടൊരു അനീതിയും ചെയ്തിട്ടില്ല എന്ന്. അത് കർത്താവിൻ്റെ സ്വഭാവമാണ്. ദൈവം തന്നോടൊരു അനീതിയും ചെയ്യത്തില്ലെന്ന്, അനീതി ചെയ്തതായിട്ട് തോന്നിയാൽ പോലും ദൈവം അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ളത് അറിയാവുന്ന ആദ്യത്തെ ആൾ അമ്മയാണ്. അതുകൊണ്ടാണ് അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കളഞ്ഞത്, ക്ഷോഭിക്കാത്ത സുവിശേഷമായി മാറിയത്. അത് നമുക്കൊരു മാതൃകയാണ്, മധ്യസ്ഥയാണ്. മഹാവെളിപാടുകളുടെ കൃപയുടെ പത്താഴം. ഏതെങ്കിലും വിഷയത്തിൽ അല്പം താമസിച്ചു പോയാൽ അതാണ് നിൻ്റെ ഭൂമിയിലെ ജീവിതത്തിന് വേണ്ടിയുള്ള ഇട്ടുകൂട്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സുവിശേഷ ശുശ്രൂഷ സമാപിക്കുന്നത്. കർത്താവെ, ഇപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നു, നീ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തിയതിന് നന്ദി പറയുന്നു. കർത്താവെ, കുഞ്ഞുനാൾ മുതൽ നിൻ്റെ തിരുസന്നിധിയിൽ നീ മാത്രം ദൈവം, നീ മാത്രം ഏകരക്ഷകരെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ, അമ്മയുടെ മാതൃകയും മധ്യസ്ഥയും പിൻചെല്ലുകൊണ്ട് കർത്താവെ, ഞങ്ങൾ ഇവിടെ ഇപ്പോഴെത്തിയിരിക്കുന്നു. കർത്താവെ, അനേകം മക്കൾ കർത്താവെ, നീ അവരുടെ ജീവിതത്തിൽ നീ ചെയ്തത് എന്താണെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല. കർത്താവെ, അമ്മയെപ്പോലെ അവരും ചോദിച്ചിട്ടുണ്ട്, ഈശോ ഞങ്ങളോട് നീ ചെയ്തത് എന്താന്ന്. കർത്താവ്, ഞങ്ങളോട് ചെയ്തത് എന്തായാലും കർത്താവെ അത് ദൈവത്തിൻ്റെ ഒരു നീതിയാണെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. അതുപോലെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അമ്മയെപ്പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന കിട്ടാത്ത കാര്യങ്ങൾ, താമസിച്ച കാര്യങ്ങൾ, കടകവിരുദ്ധമായി സംഭവിച്ച വിഷയങ്ങൾ എല്ലാം കർത്താവെ അങ്ങയുടെ തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പ്രാർത്ഥനകളെല്ലാം കേട്ടുകൊണ്ട് കർത്താവെ, ഈ സംഭവങ്ങളെല്ലാം കർത്താവ് അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളോട് കരുണ തോന്നണം. തിരുവിലാൽ മുറിവേറ്റവനെ കരുണ തോന്നണമേ. കർത്താവ്, തിരുവിലാൽ മുറിവേറ്റ കരുണ തോന്നണേ. മുൾക്കിട ചൂടിയവനെ കരുണ തോന്നണമേ. മുറിവേറ്റ കരുണ തോന്നണമേ. കർത്താവിന് വിശുദ്ധ രക്തം, കർത്താവിന് വിശുദ്ധ രക്തം, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തെ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിന്റെ ശക്തിയാൽ മാരക രോഗികളിലേക്ക് കർത്താവ് മഴയായി പെയ്യട്ടെ. മാരക രോഗികളിലേക്ക് കർത്താവ് മഴയായി പെയ്യട്ടെ. ഈശോ, ഈശോ, മരുന്ന് പിടിക്കാത്ത രോഗികൾ കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നു.
പണമില്ലാത്ത രോഗികൾ, ആശുപത്രി അകപ്പെട്ടവർ, നോക്കാനും തിരക്കാനും ഇല്ലാത്തവർ കർത്താവെ, വേദനയുടെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവെ തേടിക്കൊണ്ട് കണ്ണിലൂടെ പ്രാർത്ഥിക്കുന്നു. ഈശോ കൈ നീട്ടണമേ. കൈ കർത്താവെ ഈ സമുദ്രത്തിന്മേൽ കൈ നീട്ടുന്നതുപോലെ ജീവിത സമുദ്രങ്ങളെ തെളിയുന്നവരെ, ദുഃഖത്തിന്റെ രോഗത്തിന്റെ തകർച്ചയുടെ കർത്താവെ കരങ്ങളാൽ സമുദ്രങ്ങളാൽ ഉള്ളം തെളിയുന്നവരുടെ മേൽ നീ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവൻ കൈ നീട്ടെ, സമുദ്രത്തിലേക്ക് കൈ നീട്ടെ, ക്ഷോഭിക്കുന്ന സമുദ്രത്തെ കൈ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു അടങ്ങുക, ശാന്തമാവുക. ആ കൈകള് കർത്താവെ പുരുഷാന്തങ്ങളുടെ മാന്ത്രങ്ങളുടെ കർത്താവെ വേദനിക്കുന്ന മനുഷ്യരാശിയുടെ മേൽ കർത്താവ് നീട്ടിയ അതേ കൈകൾ കർത്താവെ ഇപ്പോഴും നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ധ്യാനം ഓൺലൈനിൽ കണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾ കർത്താവെ ദുഃഖക്കടലായി സങ്കടക്കടലായി തിരയുന്ന കുടുംബങ്ങള്, മക്കളുടെ ദുർനടപ്പുകള് കർത്താവെ, മക്കളുടെ തെറ്റായ ബന്ധങ്ങൾ കർത്താവെ, പാപകരമായ ജീവിതങ്ങൾ കർത്താവെ, ആ പാപക്കടലിലെ കർത്താവെ അടങ്ങുക, ശാന്തമാവുക എന്ന് കർത്താവെ നിന്റെ കൈ നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ തിരയെ മുറിച്ച് കടന്ന് അവനവന്റെ കടലുകൾ അവനവന്റെ വിശ്വാസത്തോടെ അവനവന്റെ കുടുംബത്തോടിൽ അവനവന്റെ നുഴയുമ്പോഴേ കർത്താവെ ചാരേ വന്നണയുന്നവനെ കൂടെ സഞ്ചരിക്കുന്നവനെ, സമാന്തര സഞ്ചാരി കർത്താവെ, ഞങ്ങളുടെ സങ്കടങ്ങളുടെ സമാന്തര സഞ്ചാരി ഞങ്ങൾ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, നന്ദി പറയുന്നു. ഉന്നതമായ നാമത്തിലെ മാരക രോഗങ്ങള്, ഉന്നതമായ നാമത്തിലെ വേദനകള്, ഉന്നതമായ നാമത്തിലെ കുടുംബത്തിന്റെ സങ്കടത്തിന്റെ രോഗത്തിന്റെ കടങ്ങളുടെ കടലുകള്, സങ്കട കടലുകള്, തെളിയുന്ന ഹൃദയങ്ങള് യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. അടങ്ങുക, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു. ശാന്തമാവുക. ശ്രദ്ധിക്കട്ടെ. യേശുവേ ആരാധന. അനേകം സാക്ഷ്യങ്ങളായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് വാതരോഗങ്ങള് കർത്താവേ ഉപ്പുമാങ്ങാ പോലെ ചുട്ടിപ്പോയ മക്കളെ ഇവിടെ ആരാധനയിൽ സാക്ഷ്യത്തിൽ ഞാൻ സംസാരിച്ചായിരുന്നു. അതുപോലെ അലർജി വന്ന് വികൃതകോലമായിട്ട് കൈകളെ കർത്താവ് സെക്കൻഡുകൾ കൊണ്ട് സുഖപ്പെടുത്തി. ദൈവത്തിലെ ഇതുപോലെ ഏതെല്ലാം മേഖലകളിലെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം രോഗങ്ങളുണ്ട്, എവിടെയെല്ലാം നിന്നെ വേദനിപ്പിക്കുന്നുണ്ട്. നിന്റെ പ്രഷർ രോഗങ്ങളുള്ളവരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഷുഗർ രോഗമുള്ളവരെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. മാറാത്ത തലവേദന ഉള്ളവരെ തലയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ടോൺസിൽ രോഗികളെ തൊണ്ടയിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. പെൺകടുത്തിന് വേദന സ്പോണ്ടിലോസിസ് രോഗികളെ പെൺകടുത്ത് കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോന്റെ പരിശക്തി കടൽ രോഗികളെ പിന്നെ കർത്താവ് നെഞ്ചിന് താഴെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കട്ടെ. ഈശോ നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവേ. സഭയുടെ സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മേ. ഈശോ സഭയുടെ സമയ കടികാരവുമായി കർത്താവെ തിരുനെഞ്ചിലെ സമയ കടികാരവുമായി കൃപാസ്ഥാനത്താലെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത്തില് അമ്മയെ മധ്യസ്ഥ നിർത്തിക്കൊണ്ട് ആയിരങ്ങൾ 10,000 ഈ ഓൺലൈനിൽ പ്രാർത്ഥിക്കുമ്പോഴേ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി ഇല്ലാത്തവര്, പരീക്ഷ ഒത്തു വരാത്തവര്, അവർക്ക് ജയിക്കാത്തവര്, പരീക്ഷയ്ക്ക് പരാജയപ്പെട്ടു പോയവര്, അതിന്റെ പേര് പണം നഷ്ടപ്പെട്ടു പോയവര്, ജോലി നഷ്ടപ്പെട്ടു പോയവര്, ജോലിക്ക് പറഞ്ഞേക്കപ്പെട്ടവര്, വിട്ടു പോയവര്, നാട്ടിലേക്ക് പറഞ്ഞു വിട്ട് അയക്കപ്പെട്ടവര്, തിരിച്ചു പോകാൻ പറ്റാത്തവര്, യേശുവേ അകലങ്ങളിലോട്ട് താമസിക്കുന്നവര്, അവർക്ക് വീടില്ലാത്തവര്, വലിയ വാടക കൊടുത്തു കർത്താവേ, സാമ്പത്തിക കടങ്ങളിലേക്ക് എത്തിച്ചെന്നവര്, ഭാര്യയുടെ ജീവിത പങ്കൽ ആളുകളെ തൊഴിൽ കർത്താവേ, നഷ്ടപ്പെട്ടു പോയവര് എല്ലാം ഇപ്പോഴേറ്റെടുക്കണമേ. അതിന്റെ ഔദാര്യത്തിൽ കർത്താവെ കഴിയുന്നവരെ അവരുടെ സങ്കടങ്ങളെ കർത്താവെ ഏറ്റെടുക്കണം കർത്താവെ. ഭക്ഷണവും താമസവും മാത്രം കിട്ടിയ പോലുള്ള കർത്താവെ, ജീവിതമില്ലാത്ത കർത്താവെ, അശരണരെ കർത്താവെ, ഓരോരുടെ ഔദാര്യത്തിൽ ജീവിക്കുന്നവരുടെ മേൽ കർത്താവിന് കാരുണ്യം ചെയ്യട്ടെ, കർത്താവിന് കാരുണ്യം ചെയ്യട്ടെ, കർത്താവിന് കാരുണ്യം ചെയ്യട്ടെ. ശ്രദ്ധിക്കട്ടെ.
ഹല്ലേലൂയ 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 യേശുവേ ആരാധന വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രിയമുള്ളവരെ, ഇപ്പോഴ് ദൈവത്തിൻ്റെ വലിയ കൃപകൾ നമ്മളിലേക്ക് വസിക്കുന്ന സമയമാണ്. അസാധ്യമായ കാര്യങ്ങൾ നിങ്ങളെ വെറുത്തുപേക്ഷിച്ച് അല്ലെങ്കിൽ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞ, പ്രാർത്ഥനയ്ക്ക് പോലും വെക്കാതെ കുറേ വർഷങ്ങളായിട്ട് പ്രാർത്ഥിക്കാത്ത വിഷയങ്ങൾ, ഈ ധ്യാനത്തിൻ്റെ ആദ്യ സമയത്ത് സൂചിപ്പിച്ച പോലെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും കർത്താവിനെ ഏൽപ്പിക്കുക. രോഗമായിക്കൊള്ളട്ടെ, അയൽവാസി തർക്കമായിക്കൊള്ളട്ടെ, മറ്റു തരത്തിലുള്ള തരത്തിലുള്ള വിഷമതകളായിക്കോട്ടെ, ഇപ്പോൾ സമർപ്പിക്കട്ടെ. ഇനി പ്രാർത്ഥിക്കണില്ല ആ വിഷയത്തിൽ, ഇനി ഞാൻ മുന്നോട്ടില്ല, എങ്ങനെയും ചത്താൽ മതി എന്നൊക്കെ ചിന്ത നിരാശപ്പെട്ടിരിക്കുന്നവർ ആ വിഷയങ്ങൾ കർത്താവിന് സമർപ്പിക്കട്ടെ. നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ കർത്താവ് നിൻ്റെ വിഷയത്തിൽ ലാഗ് ചെയ്യുന്നത് നിനക്ക് തോന്നിയാൽ നീ ഓർക്കണം, വൈകുന്നവരുടെ സുവിശേഷം എന്ന് പറഞ്ഞിരിക്കുന്നത് മുഴുവനും കർത്താവ് വൈകിയെങ്കിൽ അതിനുള്ള കാരണം കർത്താവിനുണ്ട്. എന്താ കർത്താവിൻ്റെ കാര്യം? സത്യമായും അവൻ ദൈവപുത്രനാണെന്ന് മർക്കോസിൻ്റെ സുവിശേഷം നമ്മൾ വായിച്ചതാണ്. എന്താണ് അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ ആ പൊരുളെന്താണെന്ന് അവർ അറിഞ്ഞില്ല എന്ന്. അപ്പം വർദ്ധിപ്പിച്ചതിൻ്റെ പൊരുളെന്താണെന്ന് നമുക്കറിയാം. കർത്താവ് യേശു ക്രിസ്തു അവൻ്റെ മാനുഷികമായ അമാനുഷികമായ ശക്തിയല്ല, മറിച്ചെന്താണ്, അവൻ ദൈവപുത്രനാണെന്നുള്ളതാണ് അതിൻ്റെ സത്യം. നിൻ്റെ ദൈവത്തിന് നിൻ്റെ വിഷയം എന്തെങ്കിലും തരത്തിൽ കർത്താവ് നിനക്ക് ലാഗ് ചെയ്യണമെന്ന് തോന്നിയാൽ യേശു ക്രിസ്തു എന്നെ ദൈവപുത്രനായിട്ട് സ്വീകരിക്കുന്നതിന് വേണ്ടി അത് നിന്നെ കർത്താവ് സ്വീകരിക്കുകയാണ്, നിത്യതയ്ക്ക് വേണ്ടി എന്നെ ഒരുക്കുകയാണ്. അത് കർത്താവ് അഡ്വാൻസ്മെൻറ്റ് വാങ്ങിക്കണം എന്നുള്ള ബോധം നിനക്കുണ്ടാവണം. അതുകൊണ്ട് കർത്താവ് ജീവിക്കാൻ. അപ്പോൾ പൗലോസ് പറയും, ഒരു മനുഷ്യൻ ഉടുക്കാനും ഉറങ്ങാനും ഉണ്ണാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബെയർ മിനിമം നിനക്ക് കർത്താവ് തരുന്നുണ്ടെങ്കിൽ വേറെ ഒന്നിനെക്കുറിച്ച് തർക്കനോ ആഗ്രഹപ്പെടല്ല, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അതിൻ്റെ സമയമാകുമ്പോഴേ കർത്താവ് നിനക്ക് നീക്കിയിരിപ്പ് തരും. ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴേ അലക്സാണ്ടർ അച്ഛൻ ശുശ്രൂഷയിൽ ആശീർവാദം നൽകുന്നു. ദിവ്യകാരുണ്യ ഈശോ നമ്മളെ ആശീർവദിക്കാൻ പോവുകയാണ്. ഇരുകരങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്താം. മർക്കോസ് 6:35 ശിഷ്യന്മാർ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഇതൊരു വചന പ്രദേശമാണല്ലോ, സമയവും വൈകിയിരിക്കുന്നു. ഇരുകരങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിശക്തമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ ജീവിതയാത്രയിലുണ്ടാകുന്ന വചന പ്രദേശങ്ങൾ, എല്ലാവരും തിരസ്കരിക്കപ്പെടുന്ന അവസ്ഥകൾ, രോഗങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ, ദുരിതങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ, ഇതാ ദൈവം നിന്റെ കൂടെയുണ്ടെന്ന ബോധ്യം, ഇതാ ദൈവം കൂടെയുണ്ടെന്ന ബോധ്യം, ഇതാ ഉടമ്പടിയെടുത്ത ഓരോ മക്കളെയും
ഈ ശുശ്രൂഷ ലോകത്തിന് നാനാഭാഗങ്ങളിലിരുന്ന് കണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെയും ഇതാ ഈശോ ആശീർവദിക്കുകയാണ്. അവരുടെ കുടുംബങ്ങളെ ആശീർവദിക്കുകയാണ്. അവരുടെ ജീവിത മേഖലയെ ആശീർവദിക്കുകയാണ്. ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കള്, ലൈറ്റ് അക്കാഡമി പ്രയർ റിക്വസ്റ്റ് പ്രാർത്ഥിക്കുന്ന മക്കള്, OET IELTS എക്സാം എഴുതുന്ന മക്കള്, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതുന്ന മക്കള്, മാരക രോഗികളായിട്ടുള്ളവരെ, അനേകായിരങ്ങള് ബഹുമാനോട് ജോസഫത്തിന് കൈശുശ്രൂഷ സ്വീകരിച്ചവരെ, അവരെല്ലാം കർത്താവ് സൗഖ്യം നൽകി ആശീർവദിക്കുകയാണ്. കൃപാസനത്തെ പ്രത്യക്ഷയായ പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണം തിരുസഭ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തിരുസഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എല്ലാ കൊറോണ വൈറസ് രോഗികളെയും ഒമിക്രോൺ രോഗികളെയും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ചേർന്ന് പാടാം. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധതേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. യേശുവേ ആരാധന. ആവേ മരിയ, ആവേ ആവേ, ആവേ മരിയ.